നിവാസികൾക്കും കച്ചവട വ്യാപാര സ്ഥാപനങ്ങളിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഓട്ടോ ടാക്സി തൊഴിലാളികളായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും MBDP എന്ന ഈ യുവജന ടീമിന്റെ സ്നേഹവന്ദനം. ഈ കാലഘട്ടത്തിൽ യുവതലമുറയെ നാശത്തിലേക്ക് നയിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും സാമൂഹ്യ തിന്മകൾക്കുമെതിരെ ബോധവൽക്കരണ വചന സന്ദേശയാത്രയായി ഇന്ന് രാവിലെ ആരംഭിച്ച ഞങ്ങളുടെ യാത്ര ഇന്ന് ഈ ദേശത്ത് എത്തി നിൽക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങൾ ചിലർക്കെങ്കിലും ഒരു ചിന്തയുണ്ടായേക്കാം, എന്തിനാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ കവലയിൽ നിന്ന് പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതെന്ന്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരിൽ ഏറിയ പങ്കും കഴിഞ്ഞ കാലങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊള്ളാത്തവരായി മാതാപിതാക്കൾക്ക് തലവേദനയായി ജീവിച്ച ഞങ്ങളെ ഇന്ന് ഈ കവലയിൽ അഭിമാനത്തോടെ നിർത്തിയിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇന്ന് ഈ നാടിനോട് വിളിച്ചു പറയുവാനാണ് ഞങ്ങൾ ഇന്ന് ഈ കവലയിൽ ആയിരിക്കുന്നത്. മനുഷ്യ സംസ്കാരത്തിന്റെ ആരംഭം മുതൽ തന്നെ മദ്യപാനവും ഉണ്ടായിരുന്നു. മദ്യം കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് യുഗങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും മദ്യത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കും യുഗങ്ങളുടെ ചരിത്രമുണ്ടെങ്കിലും ഇന്നും കേരളത്തിൽ മദ്യപാനം വർദ്ധിച്ചു വരികയാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടായ മൂല്യത്തകർച്ച അല്പം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി യുവാക്കളെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും കൊണ്ടുവരുത്തിക്കുന്നു. ചിക്കൻ കുനിയെന്നും എയ്ഡ്സ് എന്നും ക്യാൻസർ എന്നും കേൾക്കുമ്പോൾ ഞെട്ടുന്ന നമ്മൾ മയക്കുമരുന്നിലും മദ്യത്തിലും മുങ്ങി മരിക്കുന്ന ജനങ്ങളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുവെന്ന സത്യം തിരിച്ചറിയാതെ പോവുകയാണ്. എന്നാൽ ഞാനെന്ന് പറയട്ടെ, ഇന്നും കേരളത്തിൽ മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും വർദ്ധിച്ചു വരികയല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും മോശം പ്രവൃത്തിയായതിനാൽ പലരും ഇത് രഹസ്യമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇവയുടെ ഉപയോഗം തന്നെ കേരള സംസ്കാരത്തിന്റെ ഒരു ചിഹ്നമായി മാറിയോ എന്ന് പോലും നാം സംശയിച്ചു പോകുകയാണ്. മാധ്യമങ്ങൾക്ക്, ദൃശ്യമാധ്യമങ്ങൾക്ക് അതിപ്രസാരമുള്ള കാലഘട്ടത്തിൽ തങ്ങളുടെ ആരാധന കഥാപാത്രങ്ങളെ അനുകരിക്കുവാൻ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും കടന്നു പോകുന്ന ചെറുപ്പക്കാർ തങ്ങൾ അതിനടിമകളായി എന്ന സത്യം തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കുന്നത് തങ്ങൾക്ക് മദ്യവും മയക്കുമരുന്നും വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായിട്ടാണ്. അതിനുള്ള സാധ്യതകൾ അവർ തന്നെ തുറന്നു തരികയാണ്. ചെറിയ ലഹരി പദാർത്ഥങ്ങൾ മുതൽ വലിയ ലഹരി പദാർത്ഥങ്ങളെ കൊണ്ടെത്തിച്ച് യുവാക്കളെ അതിനടിമകളാക്കി തീർക്കുന്ന വിവിധതരം ലഹരി പദാർത്ഥങ്ങൾ അവർ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് അയക്കുന്നു. ലഹരി പദാർത്ഥങ്ങളെ തുടങ്ങി ബ്രൗൺ ഷുഗറിൽ ജീവിതം അവസാനിപ്പിച്ച അനേകം യൗവനക്കാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന സത്യം നാം മറന്നു പോകരുത്. മദ്യവും മയക്കുമരുന്നും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും രഹസ്യമായും പരസ്യമായും വിറ്റഴിക്കുമ്പോൾ അതൊന്ന് വാങ്ങി ആസ്വദിക്കണമെന്ന് യൗവനക്കാർക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് വിറ്റഴിക്കുന്ന സഹോദര, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. നീ ഇത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ നാളെ നിന്റെ തലമുറ മറ്റൊരിടത്ത് പോയി ആസ്വദിക്കുമെന്ന സത്യം നീ മറന്നു പോകരുത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കാത്ത ഒരു തലമുറയല്ലേ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന കേസുകളൊന്നും എടുത്തു പഠിച്ചാൽ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്തയുണ്ട്. അതെന്താണെന്നറിയാമോ? സംഭവ സമയത്ത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നു. സംഭവ സമയത്ത് പ്രതികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ അറിയാതെ കേരളത്തിൽ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ പിന്നിൽ അനേകം ക്രിമിനൽ കേസുകൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ മഹാരാഷ്ട്രം സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറയുമ്പോഴും ഇന്നും നാം അടിമത്തത്തിലല്ലേ? പല കാര്യങ്ങളിലും നാം ഇന്ന് അടിമത്തത്തിലാണ്. നമ്മുടെ കൊച്ചു സഹോദരിമാർ സ്കൂളുകളിൽ സുരക്ഷിതരാണോ? നമ്മുടെ അമ്മ പെങ്ങന്മാർ ഇന്ന് നമ്മുടെ രാജ്യത്ത് സുരക്ഷിതരാണോ? നാം ദിനംപ്രതിയുള്ള
പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ അമ്മവങ്ങന്മാരെയും പിച്ചിച്ചുന്ന വാർത്തകളല്ലേ നാം ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്രമത്തിന്റെയും ആത്മഹത്യയുടെയും കൊലപാതകത്തിന്റെയും വാർത്തകളല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെയും വംശത്തിന്റെയും പേരിൽ സ്വന്തം സഹോദരനെ കോഴിയെ ഖണ്ഡിക്കുന്ന ലാഘവത്തോടെ കൊന്നുതള്ളുന്ന കാഴ്ചയല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ സ്നേഹിത, ഞാനെന്ന് പറയട്ടെ, ഇന്ന് നാം ദിനംപ്രതി അടിമത്തത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. നാം അറിയാതെ അടിമത്തത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കാൻ വീണ്ടും അടിമത്തത്തിൽ കുടുങ്ങിപ്പോകരുത്. പ്രിയ സ്നേഹിത, ഞങ്ങളെ നോക്കൂ. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ലോകത്തിന്റെ ഭാവവഴിയെ സഞ്ചരിച്ചപ്പോൾ ഞങ്ങളെ സ്വതന്ത്രരാക്കിയ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഞങ്ങൾ ലോകത്തിന് കൊള്ളാത്തവരായി, നാടിന് കൊള്ളാത്തവരായി, വീട്ടുകാർക്ക് കൊള്ളാത്തവരായി ജീവിച്ചപ്പോൾ ഞങ്ങളെ സ്വതന്ത്രരാക്കി, ഞങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്ത ഒരു സന്ദേശമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം, ഇതെങ്ങനെയാണ് നിങ്ങൾ പുതിയൊരു മനുഷ്യനായതെന്ന്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ട ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ, ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീരുമാനമായി തീർന്നു. മദ്യപാനിയായ പാപത്തിലകപ്പെട്ട ഞങ്ങൾ മരിച്ചു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങൾ ഒരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങൾക്കൊരു ചിന്തയുണ്ടായേക്കാം, ഇത് മതം മാറ്റുന്ന പരിപാടിയാണെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനൊരു ഹൈന്ദവനായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹൈന്ദവ സ്നേഹിതന്മാരുണ്ട്, മുസ്ലിം സഹോദരന്മാരുണ്ട്, ക്രൈസ്തവ സഹോദരന്മാരുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം മതം മാറ്റുന്ന പരിപാടിയല്ല, മതപ്രസംഗം ഞങ്ങളുടെ പ്രോഗ്രാമുമല്ല. എന്നാൽ ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങൾ മനുഷ്യൻ നന്നാവണം. നാടിനും നാട്ടുകാർക്കും കൊള്ളാതെ ജീവിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ഒന്ന് നന്നാവണമെന്ന മൊത്തചിന്ത മാത്രമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങളുടെ യാത്രയിൽ ഈ സുവിശേഷ പ്രസംഗത്തെ വളരെ വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്ന പല സ്നേഹിതന്മാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാനെന്ന് പറയട്ടെ, ഈ സുവിശേഷം നാടിന് എന്ത് ദോഷം വരുത്തി? ജയിലറകളിൽ പോലും കടന്നു ചെന്ന് കൊലപാതകളെയും മനുഷ്യ സ്നേഹികളാക്കിയ സുവിശേഷം, നരഭോജികളെയും മനുഷ്യ സ്നേഹികളാക്കിയ സുവിശേഷമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. നാടിനും വീട്ടുകാർക്കും കൊള്ളാതെ ജീവിച്ച ഞങ്ങളെ നല്ല മക്കളാക്കി മാതാപിതാക്കൾക്ക് നൽകിയ പുണ്യമാണ് ഈ സുവിശേഷം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ പലവട്ടം ചിന്തിച്ചിട്ടില്ലേ നാടിനും നാട്ടുകാർക്കും നല്ലവനായി ജീവിക്കണമെന്നും, മദ്യപാനം നിർത്തി നിന്റെ മക്കൾക്കൊരു നല്ല പിതാവായി ജീവിക്കണമെന്നും, നിന്റെ ഭാര്യയ്ക്കൊരു നല്ല ഭർത്താവായിരിക്കണമെന്ന് നീ ആഗ്രഹിച്ചിട്ടില്ലേ? പിന്നെന്തുകൊണ്ട് നിനക്കതിന് സാധിക്കുന്നില്ല? ഞാൻ പറയാം, നീ പാപത്തിന്റെ അടിമത്തത്തിലാണ്. നീ ഇപ്പോഴും മദ്യപാനത്തിന്റെ അടിമത്തത്തിലാണ്. നിനക്ക് എങ്ങനെ രക്ഷപ്പെടാം? നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചാൽ അവൻ നിന്നെ സ്വതന്ത്രനാക്കി തീർക്കുവാനിടയായി തീരും. ലോകത്തിന്റെ മോഹങ്ങൾക്കും പണസമ്പാദത്തിനും വേണ്ടി പാഞ്ഞുറക്കുന്ന മനുഷ്യ, നീ ഇന്ന് വീണ് മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? ജീവിതം അടുത്തും വെറുത്തും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന സഹോദര സഹോദരി, നീ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? ഈ ലോകത്തിൽ നിന്നോട് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ നിത്യത നീ എവിടെ ചെലവഴിക്കും? മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട് എന്ന സത്യം നീ മറന്നു പോകരുത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി സകല മനുഷ്യർക്കും പറഞ്ഞിരിക്കുന്നതാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, ഈ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ, ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച അനുഭവ സമ്പത്തുള്ളവരാണ് നിങ്ങളോട് ഈ വിളിച്ചു പറയുന്നത്. ഈ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറായാൽ, ഈ ക്രിസ്തുവിന്റെ അരികിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ തയ്യാറായാൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അരികിൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായാൽ, പാപത്തിന്റെ വഴിയിൽ നിന്നും ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് സമാധാനവും സന്തോഷത്തിന്റെയും ഒരു നല്ല അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നല്ലൊരു സൗഭാഗ്യം ക്രിസ്തുവിത വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ അല്പസമയം കണ്ണുകൾ വെച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ
ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവൻ ഈ ദേശത്തിനു വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. സർവശക്തനായ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.